മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗിലേക്കാണ്. മുട്ടിൽ മരം മുറി കേസിലെ പ്രതികളുടെ അപ്പീൽ തള്ളിയ കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വാദങ്ങൾ ഒന്നും നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. തടികൾ സർക്കാരിൻ്റേതല്ലെന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ല എന്നും കോടതി വിമർശിക്കുന്നുണ്ട്. മനുഷ്യാവകാശമില്ല ഈ നാട്ടില് ഞങ്ങളെ കൊണ്ടോക്കിൽ ഇവർ എൻകൗണ്ടർ ചെയ്യുന്നവരെ സംശയമുണ്ട്. അത്ര വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസിൽ പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ വനംവകുപ്പ് കണ്ടുകെട്ടിയിരുന്നു. ഈ നടപടിക്കെതിരെ പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ കൽപ്പറ്റ അഡീഷണൽ ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു. ആ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധിന്യായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ പ്രതികളുടെ വാദം ഒന്നും നിലനിൽക്കുന്നില്ല എന്നാണ് കോടതി ആ ഉത്തരവിൽ പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള വനവിഭവങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ നിയമപ്രകാരം അത് സർക്കാരിൻ്റെതല്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അങ്ങനെ ഇത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഈ തടികൾ കണ്ടുകെട്ടിയ DFOയുടെ നടപടി നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതവും കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകൾക്ക് അനുസൃതവുമാണെന്ന് കോടതി എടുത്തു പറയുന്നു. മാത്രമല്ല, കണ്ടുകെട്ടൽ നടപടിക്ക് മുൻപ് പലതവണ പ്രതികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന തെളിവുകളും കോടതിക്ക് മുൻപാകെ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പ്രതികൾ അവകാശപ്പെട്ടത് അവർക്ക് തടിക്കച്ചവടം നടത്താൻ പഞ്ചായത്ത് ലൈസൻസ് ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത്തരം രേഖകളൊന്നും കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ല. ഇതിന് വനംവകുപ്പിന്റെ പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള രേഖകൾ വേണം. അതൊന്നും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു. എല്ലാം സർക്കാർ തടികളാണ്. അത് അസൈൻ ചെയ്ത നമ്മളെ പട്ടയത്തു നിന്ന് അസൈൻ ചെയ്തു പോയ ലാൻഡിൽ നിന്ന് പോയ വീട്ടിമരങ്ങളാണ്. അതുകൊണ്ട് തന്നെ 1995 റൂൾസ് അതിന് അപ്ലിക്കബിളാണ്. അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്നാണ് കോടതി കണ്ടെത്തിയത്. ഇത്തരം മരങ്ങൾ മുറിച്ചു പോകുന്നത് എക്കോളജിക്കലായിട്ട് ഫ്ലോറേനെയും ഫോണിനെ ബാധിക്കുമെന്ന് കൂടി കോടതി കണ്ടെത്തിയിരുന്നു. ഈ വനസമ്പത്ത് വളരെ അമൂല്യമാണ്. ആ വനസമ്പത്ത് കൊള്ളയടിക്കാൻ ഏതെങ്കിലും വ്യക്തികൾ ഒരു സർക്കാർ ഉത്തരവോ സർക്കുലറോ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നാൽ അനുവദിക്കാനാകില്ല. അതായത് സർക്കാരിൻ്റെ ഉത്തരവുകളും സർക്കുലറുകളും കൊണ്ട് നിലവിലുള്ള ഒരു നിയമത്തെ മറികടക്കാനാകില്ല എന്ന് കൽപ്പറ്റ അഡീഷണൽ ജില്ലാ കോടതി അസന്ദിഗ്ധമായി വ്യക്തമാക്കുകയാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.